പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അടുത്തൊരു രാത്രി കൂടി നാം വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള, എത്ര വായിച്ചാലും മതിയാവാതെ പോകുന്ന സുവിശേഷ ഭാഗങ്ങളിലൊന്നാണ് നാളത്തെ ദിവ്യബലിയിൽ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. ലൂക്കാസ് സുവിശേഷകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഒരു യാത്രയാണ് എമ്മാവൂസിലേക്ക്. എമ്മാവൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹോട്ട് സ്പ്രിംഗ്, അല്ലെങ്കിൽ ചൂടുള്ള ജലം ലഭിക്കുന്ന ഒരിടമെന്നാണ്. ഒത്തിരി ക്ഷീണിതരായി ജോലിയൊക്കെ കഴിഞ്ഞ് ശാരീരികമായ ബുദ്ധിമുട്ടുകളോടെ വരുമ്പോൾ സാധാരണ അമ്മ പറയും, ഒരിച്ചിരി ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളും. എന്തുകൊണ്ടൊരു പക്ഷേ ഈ ഒരു നാടിൻ്റെ പേര് തന്നെ ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഈ നാട്ടിലേക്ക് തന്നെ യാത്ര ചെയ്തു. എമ്മാവൂസ് ചരിത്രം നമുക്കറിയാം. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതത്തിൽ കാര്യങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ, അത്രയും നാൾ ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ തകിടം മറിക്കപ്പെടുമ്പോൾ, തങ്ങളുടെ ഭാവി ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതിയിരിക്കുന്ന അവസ്ഥയിൽ ഗുരുവിനെ നാട്ടുകാർ പിടിച്ച് രാജാവിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ കൊല്ലുന്ന അവസ്ഥയിൽ സർവ്വതും തകിടം മറിയപ്പെടുമ്പോൾ ആയിരുന്ന അവസ്ഥയെ പിന്നീട് മാറ്റിക്കൊണ്ട് ഭയന്ന് പഴയ കാര്യങ്ങളിലേക്ക് തിരികെ പോകുവാനുള്ള ശിഷ്യരുടെ പെട്ടെന്നുള്ള തീരുമാനവും യാത്രയും. ഇതാണ് ഇതിവൃത്തം, നമുക്കറിയാം. എന്നാൽ ഈ യാത്ര എമ്മാവൂസിലോട്ട് നീങ്ങുമ്പോൾ വളരെ തീക്ഷ്ണതയോടുകൂടി, എന്നാൽ അതോടൊപ്പം തന്നെ ജിജ്ഞാസയോടുകൂടി ആദ്യമൊക്കെ വായിച്ചിരുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ഒരു സസ്പെൻസ് ഉണ്ട് ഇതിൽ ഓരോ പ്രാവശ്യവും വായിച്ചു പോകുമ്പോൾ. ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ആരോ ഒരു യാത്രക്കാരൻ വഴിയെ കൂടുന്നു. തങ്ങളോടൊപ്പം ചേരുന്നവനെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. മനുഷ്യൻ്റെ മനസ്സ് വൈകാരികമായ പ്രശ്നങ്ങളാൽ കലുഷിതമായി കഴിയുമ്പോൾ കൂടെയുള്ളവരെ പോലും തിരിച്ചറിയുവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. അത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന ഗുരുവിനെ അവൻ കൂടെ നടക്കുമ്പോൾ അവനെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഏറ്റവും മഹനീയമായത് എന്താണോ ആയിരിക്കേണ്ടത് അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. കൂടെ കൂടുന്നവൻ ചരിത്രം വ്യാഖ്യാനിക്കുന്നു, രക്ഷയുടെ ചരിത്രം വ്യാഖ്യാനിക്കുന്നു. അവസാനത്തിൽ അപ്പം മുറിച്ച് വിളമ്പിക്കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അവർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? യാത്ര എമ്മാവൂസിലേക്കാണ്, ചൂടുള്ള ജലങ്ങളുടെ സ്രോതസ്സുള്ള ഒരിടത്തേക്ക്. ഉള്ളിൽ സ്നേഹത്തിൻ്റെ, ദൈവവിശ്വാസത്തിൻ്റെ, നന്മയുടെ, പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ചൂട് വറ്റിപ്പോയ ഒരു ശിഷ്യഗണത്തിന് ദൈവം കൊണ്ടുപോകുന്നത് ചൂടുള്ള ഉറവയുള്ള ജലത്തിനടുത്തേക്ക്. പോകുന്ന വഴിക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ലോകം നൽകുന്ന ചൂടുള്ള ഉറവയുള്ള ജലമുള്ള ഇടത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് അപ്പം മുറിച്ച് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം ലഭിച്ചു കഴിയുമ്പോൾ, കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ, അന്വേഷിച്ചു പോയ ചൂടുള്ള ജലം ഉപേക്ഷിച്ച് യഥാർത്ഥത്തിലുള്ള അഗ്നി ഉള്ളിൽ കാക്കേണ്ട ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ തിരികെ യാത്ര ആയിരുന്നിടത്തേക്ക്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നാം ഒരുമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നന്മ നഷ്ടപ്പെട്ടു പോയ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ
കരുതൽ നഷ്ടപ്പെട്ടു പോയ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, ജീവൻ്റെ നന്മയുടെ അംശങ്ങൾ ചിലപ്പോഴൊക്കെ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങൾ. ഇവിടെയാണ് ഈശോനാഥൻ പറയുന്നത്, വരിക എന്നോടൊപ്പം. അവനെ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളുണ്ട്. അവൻ കൂടെയിരിക്കുവാൻ, നമ്മോടൊപ്പം വസിക്കുവാൻ ഈ ദിവ്യകാരുണ്യത്തിൽ ആഗ്രഹിച്ച് നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്ന നമ്മുടെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഏതൊക്കെയാണ്? ആ നിമിഷങ്ങളെ ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കണം നമുക്ക്. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ശിഷ്യരെ പോലെ ദൈവമേ ഒന്നും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല, ഇത് ഇരുട്ടാണ്, ഈ ഇരുട്ടിൻ്റെ സായാഹ്നത്തിൻ്റെ ഈ രാത്രിയുടെ നിമിഷങ്ങളിൽ നീ ഞങ്ങളോടൊപ്പം വസിക്കണമേ എന്ന് തമ്പുരാനോട് പറയുവാനുള്ള നിമിഷമാണിത്. ഒരു നിമിഷം കണ്ണുകൾ നടയ്ക്കാം നമുക്ക്. ദിവ്യകാരുണ്യനാഥനെ മനസ്സിലൊന്ന് ധ്യാനിക്കാം. യാത്ര നമ്മുടേതാണ്. ഇന്നത്തെ ജീവിതത്തിൻ്റെ യാത്രയിൽ സാവധാനം നാം മുൻപോട്ട് പോകുമ്പോൾ ഉള്ളിൽ ആകുലതയുണ്ട്, ഭയമുണ്ട്, രോഗാവസ്ഥകളുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ട്, മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്, വിശ്വാസം മൂലം പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഇരുട്ടിൻ്റെ നിമിഷങ്ങളാണിത്. ദൈവമേ നീ പ്രകാശമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യനാഥനിലേക്കൊന്ന് നോക്കാം. നിനക്കായി മുറിക്കപ്പെട്ടവൻ, നിനക്കായി പങ്കുവച്ചവൻ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നിന്റെ കൂടെ നടന്നവൻ, അപ്പം മുറിച്ച് നിനക്ക് തന്ന് നിനക്ക് ജീവൻ്റെ നയനങ്ങൾ തുറന്ന് ജീവനെ വെളിപ്പെടുത്തി തന്നവൻ, അവൻ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവൻ്റെ മുൻപിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ച് കുടുംബത്തെ മനസ്സിലൊന്നോർക്കുക. കുടുംബത്തിലെ ഓരോ അംഗത്തെയും ഈ കരങ്ങളിലേക്കൊന്ന് എടുത്തു വയ്ക്കുക. കരങ്ങളിലേക്ക് എടുത്തു വെച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സ്വന്തം ജീവിതത്തിൽ, എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ഈ സമൂഹത്തിൽ, ഈ ലോകത്തിൽ ദൈവത്തെ, നിന്നെ തിരിച്ചറിയാതെ പോകുന്ന നിമിഷങ്ങളുണ്ട്. ദൈവമേ, മറ്റു കാര്യങ്ങളായി ഞങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ, ആയിരിക്കുന്ന അവസ്ഥകൾ ഞങ്ങൾ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഞങ്ങൾ വേദനിക്കുമ്പോൾ, ഭയപ്പാടുകളുണ്ടാകുമ്പോൾ, നിന്നെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ പഴയ ജീവിത രീതികളിലേക്ക് മടങ്ങിപ്പോകുവാൻ തയ്യാറെടുക്കുന്ന നിമിഷങ്ങൾ. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങളോടൊപ്പമായിരിക്കണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വസിക്കണമേ, ഞങ്ങളുടെ സമൂഹത്തിൽ വസിക്കണമേ. നിന്നെ തിരിച്ചറിയുവാനുള്ള വിവേകവും ബുദ്ധിയുമൊക്കെ നൽകി ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കൊന്നൊരുമിച്ച് ചൊല്ലാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഏറ്റവും സമാധാനപൂർണമായ ഒരു രാത്രി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, പുതിയൊരു ദിനം കാണുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സമർപ്പിച്ച് ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിക്കാം നമുക്ക്. ഈശോ നമ്മെ അനുഗ്രഹിക്കുമ്പോൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്വസ്ഥം, അതോടൊപ്പം തന്നെ ദൈവ സാന്നിധ്യവുമുള്ള ഏറ്റവും നന്മയുള്ള ഒരു രാത്രി സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,
ആനന്ദ സ്നേഹമേ